ഹലോ ഗായ്സ്, ലവ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പലാവിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഉള്ളി, ക്യാരറ്റ്, ബീൻസ്, പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പുതിനയില, മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ രണ്ട് പച്ചമുളക്. ഇതിത്തെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ അരയ്ക്കുന്നില്ല, അതെപ്പോഴും അരയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കുക്കറിലോട്ട് ഒരല്പം നെയ്യ് ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് നെയ്യിൽ നമ്മൾ കടുകിടത്തില്ല, അതിന് പകരം നമ്മൾ പലാവില, ജീരകം, പിന്നെ ഗ്രാമ്പു, പട്ട, സ്റ്റാർ, പിന്നെ കല്ലുഹൂവ എന്ന് പറയും, ഇതിൻ്റെ പേര് എനിക്ക് മലയാളത്തിൽ അറിയത്തില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഏലയ്ക്ക. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഈ നെയ്യ് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തോട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഉള്ളി ചേർത്ത് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മൾ അവിടെ ആദ്യം പുതിനയിലയും മല്ലിയിലയൊക്കെ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരുന്നതില്ലേ, അത് നമുക്ക് അന്നേരം അരയ്ക്കുകയാണെങ്കിൽ അത് ഒരു കറുത്ത കളറിൽ വരും. അതുകൊണ്ട് നമുക്ക് ഈ മസാലകളെല്ലാം വഴന്നതിന് ശേഷം നമുക്കതിനെ അരച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല പച്ച കളറിൽ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ അന്നേരം അരയ്ക്കാഞ്ഞത്. ഇപ്പം നമുക്ക് ഉള്ളി വഴന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റും ബീൻസും നല്ലോണം വഴറ്റിയെടുക്കാം. അത് നല്ലോണം വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ലോണം അരഞ്ഞ് നല്ല പേസ്റ്റ് വരുവായി കഴിയുമ്പം അതിന് നമുക്ക് ഈ ക്യാരറ്റും ബീൻസും വഴന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതൊന്നും പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് പച്ചരി എന്ന് പറയും. കേരളത്തിൽ ഈ അരിക്ക് എന്നാ പറയുന്നതെന്നൊന്ന് പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. എനിക്ക് അറിയത്തില്ല കേട്ടോ അതിൻ്റെ എന്താണെന്ന്. ഞാൻ പച്ചരി എന്ന് പറയുമ്പോൾ നിങ്ങൾ റേഷൻ അരിയാണെന്ന് വിചാരിക്കരുത്. കർണാടകയിലൊക്കെ ചോറ് വെക്കുന്ന അരി ഈ അരിയാണത്. നമ്മളിപ്പോൾ ഇതിന് 2 ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ ഏത് അളവാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ അരിനെയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരി ഇട്ടതിന് അന്നേരം തന്നെ നമ്മളിത് അടച്ചു വെക്കാൻ പാടില്ല. ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ ഈ മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് വരും. നമ്മളല്ലാതെ വേഗം തന്നെ അടച്ചു വെച്ചാൽ മസാല മേളി പൊങ്ങി കിടക്കും, ചോറൊക്കെ താഴെയും കിടക്കും. അതുകൊണ്ടാണ് തിളച്ചതിന് ശേഷം അടച്ചു വെക്കണം എന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ 2 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പലാവ് ഇവിടെ റെഡിയായി.